ഫിലിപ്പിയരുടെ പുസ്തകം 2-ാം അധ്യായം 4-ാം വചനമാണ് പ്രാരംഭമായിട്ട് നാം വായിക്കാൻ പോകുന്നത്. നിസ്വാർത്ഥമായ ത്യാഗപൂർണമായ സ്നേഹത്തിലേക്ക് ഉള്ള ഒരു കടന്നുപോക്ക്, ഒരു കയറ്റം എന്നുള്ളതാണ്. ഫിലിപ്പിയർ 2-ാം അധ്യായം 4-ാം വാക്യം നമുക്ക് ആദ്യമായിട്ട് വായിക്കാം. ഓരോരുത്തരും സ്വന്തം താല്പര്യങ്ങൾ മാത്രമല്ല മറ്റുള്ളവരുടെ താല്പര്യങ്ങളും നോക്കണം. മതി. ഓരോരുത്തരും എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണം, ഇതാണ് ഇവിടെ ഫിലിപ്പിയരുടെ ഈ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഓരോരുത്തരും, അത് നമ്മെ ഓരോരുത്തരെയും കുറിച്ചാണ് പറയുന്നത്. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല നോക്കേണ്ടത്, ശരിയായിട്ട് പറഞ്ഞാൽ സ്വന്തം ഗുണം മാത്രമല്ല നോക്കേണ്ടത് എന്നാണ്. നമ്മളെല്ലാവരും സ്വന്തം ഗുണം നോക്കാൻ പഠിച്ചിട്ടുള്ളവരാണ്. എന്നാൽ സ്വന്തം ഗുണം മാത്രമല്ല നോക്കേണ്ടത്, മറിച്ച് മറ്റുള്ളവരുടെ ഗുണവും കൂടെ നോക്കണം. ഇതാണ് ദൈവവചനം നമ്മോട് ഇന്ന് രാവിലെ ആഹ്വാനം ചെയ്യുന്നത്. അതിനെക്കുറിച്ചാണ് നിസ്വാർത്ഥമായ സ്നേഹം, ഒരു പടി കൂടെ കടന്നാൽ ത്യാഗപൂർണമായ സ്നേഹം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നത്. ഉദാഹരണമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം തന്നെയാണ് നമുക്ക് ഏറ്റവും നമ്മുടെ മുമ്പിൽ ഉന്നതവും ഉദാത്തവുമായ ആ ദൈവസ്നേഹം യേശുവിലാണ് വെളിപ്പെട്ടിരിക്കുന്നത്. അതിനെ അഗപ്പേ എന്നാണ് മൂലഭാഷയിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നാം പലപ്പോഴും വായിക്കാറുണ്ട്. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ ദൈവസ്നേഹത്തെക്കുറിച്ച്, അഗപ്പേ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ സ്നേഹത്തെക്കുറിച്ച് ഒരു പദപ്രയോഗം ഇങ്ങനെയുണ്ട്: സ്നേഹം സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല. ഇന്ന് രാവിലെ ഈ കാര്യങ്ങൾ നാം കേൾക്കുമ്പോൾ ഒരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ദൈവമേ, ഈ കേൾക്കുന്ന ഉയർന്ന തലത്തിലുള്ള ദൈവസ്നേഹത്തിലേക്ക് എന്നെ കുറച്ചുകൂടെ നടത്തണമേ. പ്ലീസ് ലീഡ് മീ ടു ദിസ് ഹയർ ലെവൽ ഓഫ് ലവ് എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കണം. നമുക്കെല്ലാവർക്കും സ്നേഹമുണ്ട്, എങ്കിലും നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ സ്വന്തം കാര്യം സിന്ദാബാദ് എന്നുള്ള ഒരു പ്രമാണം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. എൻ്റെ കാര്യം ആദ്യം നടക്കണം, അതിനാണ് മുഖ്യത്വം. മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ പോകട്ടെ, ആ ഒരു ചിന്താഗതി നമുക്കുണ്ട്. എന്നാൽ അത് മാറ്റിയെടുക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്താണ് സ്വാർത്ഥത എന്ന് വെച്ചാൽ? എന്നെ തന്നെ സ്നേഹിക്കുന്നത്, എനിക്ക് വേണ്ടി കരുതുന്നത്, ഇതൊക്കെയാണ് സ്വാർത്ഥത. അതിന് ഒരു വിശദീകരണം ആവശ്യമില്ല, നമുക്കെല്ലാവർക്കും അറിയാം. ജനനം മുതലേ നാം സ്വാർത്ഥത പരിശീലിച്ചവരാണ്. നമുക്ക് സ്വാർത്ഥത നല്ലതായിട്ട് അറിയാം. നമ്മുടെ കാര്യം നോക്കുവാൻ സ്വാർത്ഥന്മാരായിട്ടാണ് നാം ജീവിച്ചിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. എൻ്റേത്, എനിക്ക്, എൻ്റേത്, ഈ വാക്കുകളൊക്കെ നമുക്ക് വലിയ ഇഷ്ടമാണ്. എൻ്റെ കാര്യം, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ സൗകര്യം, എൻ്റെ സുഖം, എൻ്റെ എല്ലാ നേട്ടങ്ങളും, ഇങ്ങനെ അനേക കാര്യങ്ങളെല്ലാം എന്നിൽ കേന്ദ്രീകരിച്ച്, നമ്മിൽ കേന്ദ്രീകരിച്ചാണ് നാം പഠിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ അതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ഇൻ ക്രൈസ്റ്റ് ദിസ് ആറ്റിറ്റ്യൂഡ് ചേഞ്ചസ്. സ്വാർത്ഥത നിറഞ്ഞ, എൻ്റെ കാര്യം നോക്കണം, എൻ്റെ കാര്യം മാത്രം ആദ്യം നടക്കണം എന്ന് പറയുന്ന സ്വാർത്ഥത മാറി മറ്റുള്ളവരെയും സ്നേഹിക്കുവാനും കരുതുവാനും അവരുടെ നന്മയെ പരിഗണിക്കുവാനും ത്യാഗപൂർണമായി മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ക്രിസ്തുവിൽ വരുമ്പോഴാണ് നാം പഠിക്കാൻ തുടങ്ങുന്നത്. നാം ഈ സ്വാർത്ഥതയിൽ തുടർന്നാൽ ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നതും വളരെ കുറവായിരിക്കും എന്ന് ഞാൻ പറയട്ടെ. യേശു പ്രസംഗിച്ചപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു. നിങ്ങൾ സ്വാർത്ഥന്മാരാണ്, നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് യേശു പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയില്ല. നിങ്ങൾ കാപട്യക്കാരാണ്, നിങ്ങൾ കപടഭക്തന്മാരാണ്, നിങ്ങൾ പണസ്നേഹികളാണ്, നിങ്ങൾക്ക് അയ്യോ കഷ്ടം, ഇതൊക്കെ യേശു പറഞ്ഞു. എങ്കിലും നിങ്ങൾ ഭയങ്കര സ്വാർത്ഥന്മാരാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കഷ്ടത, നിങ്ങൾക്ക് ദുരിതം എന്ന് യേശു പറഞ്ഞില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? സ്വാർത്ഥത നമ്മിൽ ആഴമായിട്ട് കയറി പിടിച്ചിരിക്കുന്ന ഒരു രോഗമാണ്. അതുമായിട്ട് മുമ്പോട്ട് പോയാൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം പ്രാപിക്കുവാൻ നമുക്ക് സാധ്യമല്ല. ദൈവികമായ അനുഗ്രഹങ്ങൾ പൂർണ്ണമായ അളവിൽ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ സ്വാർത്ഥതയെ ഉപേക്ഷിച്ച് നിസ്വാർത്ഥമായ നല്ല സ്നേഹത്തോടെ മറ്റുള്ളവരെ കരുതാനും സ്നേഹിപ്പാനും നാം പരിശീലിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ജീവിതത്തിൻ്റെ അവസാനം വരെയും നമ്മുടെ സ്വാർത്ഥതയെ വിടാതെ പിടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ദൈവരാജ്യത്തിൽ കിട്ടുന്ന അനുഗ്രഹത്തിന് വളരെ കുറവുണ്ടായിരിക്കും എന്ന് നമുക്ക് ഉറപ്പാക്കാം. ഞാൻ ചില ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാണിക്കട്ടെ. തങ്ങളുടെ സ്വാർത്ഥതയിൽ ജീവിച്ച്
ശാപഗ്രസ്തരായവരുടെയൊക്കെ കഥ ബൈബിളിൽ ധാരാളമുണ്ട്. ഞാൻ 2-3 പേരുടെ പേര് പറയാം. ഒന്ന് കയീനാണ്. ആദമിൻ്റെ ഹവ്വയുടെയും മകനായിരുന്ന കയീൻ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 9-ാം വചനം വായിക്കാം. പിന്നീട് യഹോവ കയീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എൻ്റെ അനുജൻ്റെ സൂക്ഷിപ്പുകാരനോ എന്ന് അവർ മറുപടി നൽകി. ഇവിടെ കയീനോട് ദൈവം ചോദിച്ചു, നിന്റെ സഹോദരൻ എവിടെ? ദൈവത്തിന് അറിയാം സഹോദരൻ എവിടെയെന്ന്. സഹോദരൻ എവിടെയാണ്? സഹോദരൻ ജീവനോടെ ഇല്ല. ലോകത്തിൽ ആദ്യത്തെ കോപവും, ലോകത്തിൽ ആദ്യത്തെ കൊലപാതകവും, ലോകത്തിൽ ആദ്യത്തെ കള്ളവും ഒക്കെ ഈ വചനങ്ങളിലുണ്ട്. കയീൻ കള്ളം പറഞ്ഞു. എനിക്കറിഞ്ഞുകൂടാ. സത്യമാണോ? ദൈവത്തോടാ കള്ളം പറയുന്നത്. ദൈവമേ, എനിക്കറിഞ്ഞുകൂടാ സഹോദരൻ എവിടെ പോയെന്ന്. വളരെ നിരുത്തരവാദപരമായ, ഇറസ്പോൺസിബിളായ ഉത്തരമാണ് കയീൻ കൊടുത്തത്. അവനോട് കോപിക്കാനും കൊല്ലാനും, ദൈവം ചോദിക്കുമ്പോൾ കള്ളം പറയാനും ഒന്നും കയീന് മടിയില്ല. അതിൻ്റെ ഫലമായി എന്ത് സംഭവിച്ചു? കയീൻ ദൈവമുമ്പാകെ നിന്ന് ശാപഗ്രസ്തനായി അവിടം വിട്ടു പോകുന്നതായിട്ടാണ് നാം കാണുന്നത്. ഹി ഇൻഹെറിറ്റഡ് എ കേഴ്സ് ഇൻ ഹിസ് ലൈഫ്. പ്രിയപ്പെട്ടവരെ, സ്വാർത്ഥതയ്ക്ക് ഒരിക്കലും അനുഗ്രഹം ലഭിക്കുവാൻ കഴിയത്തില്ല. ഭൗതികമായി കുറേ പണം നേടുമായിരിക്കും, ലോകത്തിൽ നേട്ടങ്ങളും വസ്തുവകകളൊക്കെ ഉണ്ടാക്കിയെന്നിരിക്കും. അത് ലോകമനുഷ്യരൊക്കെ ഈ സ്വാർത്ഥതയിൽ കൂടെ ഇതൊക്കെ സമ്പാദിക്കുന്നുണ്ടെങ്കിലും നിത്യമായ നന്മയും അനുഗ്രഹവും അവർക്ക് ലഭിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്കിന്ന് രാവിലെ കർത്താവിലേക്ക് നോക്കാം. ദൈവമേ, കയീനെ പോലെ ഞാൻ ആകരുതേ, സ്വാർത്ഥനായിട്ട് ജീവിക്കാൻ എനിക്ക് ഇടയാകരുതേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അടുത്ത ഒരു ദൃഷ്ടാന്തം യേശുവിൻ്റെ 2 ശിഷ്യന്മാരെക്കുറിച്ചാണ്. യേശുവിൻ്റെ ഏറ്റവും അടുത്ത സർക്കിളിലുണ്ടായിരുന്ന 2 ശിഷ്യന്മാർ യാക്കോബും യോഹന്നാനും. ഒരപ്പൻ്റെ മക്കളാണ്, സഹോദരങ്ങളാണ് യാക്കോബും യോഹന്നാനും. എന്നാൽ ഒരു സമയത്ത് അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് യേശുവിനോടൊരു നിവേദനം നടത്തി. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 37-ാം വചനം നോക്കുക. മാർക്ക് 10:37 വായിക്കാം. നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുവൻ നിന്റെ വലത്തും ഒരുവൻ നിന്റെ ഇടത്തും ഇരിക്കുവാൻ വരം നൽകണമെന്ന് അവർ പറഞ്ഞു. ഇവർ വന്ന് യേശുവിൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, യേശുവേ, അവിടുന്ന് രാജ്യത്വം പ്രാപിച്ച് മഹത്വവാനായി സ്വർഗത്തിൽ വെളിപ്പെടുമ്പോൾ ഇടത്തും വലത്തുമുള്ള 2 സീറ്റ് ആർക്കും കൊടുക്കരുത്. അത് ഞങ്ങൾക്ക് വേണം തരാൻ. ബാക്കി 10 പേര് വേറെ ശിഷ്യന്മാരുണ്ട്, അവർക്കാർക്കും അത് കൊടുക്കാൻ പാടില്ല, അത് ഞങ്ങൾക്ക് വേണം. ഈ ഒരു സ്വാർത്ഥതയുടെ ചിന്താഗതി ശിഷ്യന്മാർക്കുണ്ടായിരുന്നു, എല്ലാ മനുഷ്യർക്കും നമുക്കൊക്കെ ഉണ്ട്. എന്നാൽ യേശുവിനെ കൂടുതൽ അടുത്തറിയുമ്പോൾ ദൈവമക്കളെ, ഈ സ്വഭാവം മാറി വരും. എന്നാൽ ഇന്ന് രാവിലെ നാം തിരിച്ചറിയണം, അത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. നിസ്വാർത്ഥമായ സ്നേഹമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇനി യൂദ ഇസ്കരിയോത്താവിൻ്റെ കാര്യം കൂടെ നോക്കാം. അത് മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കാം. അന്ന് 12 പേരിൽ ഒരുവനായ യൂദ ഇസ്കരിയോത്താവ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന്, നിങ്ങൾ എന്തു തരും, ഞാൻ അവനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവർ അവന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. യൂദ ഇസ്കരിയോത്താവ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് തരും, ഞാൻ അവനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് തരും? ഇവിടെ യൂദയുടെ നോട്ടം, വാട്ട് വിൽ ഐ ബെനിഫിറ്റ്, എനിക്ക് എന്ത് നേട്ടം ഉണ്ടാകും. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ചിന്താഗതിയാണ് യൂദ അവിടെ പ്രകടിപ്പിച്ചത്. വാട്ട് വിൽ ഐ ഗെറ്റ്, എനിക്ക് എന്ത് നേട്ടമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നാമൊക്കെയും പരിശീലിച്ച ഒരു ചിന്താഗതിയാണിത്. എനിക്ക് എന്ത് നേട്ടമുണ്ടാകും, എൻ്റെ ജീവിതം എങ്ങനെ ഈസി ആയിരിക്കാൻ പറ്റും, കൺവീനിയൻ്റ് ആകാൻ പറ്റും, സുഖമായിരിക്കാൻ പറ്റും, എനിക്ക് ഒരു പ്രയാസവും ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും. ഈ ഒരു ചിന്താഗതി സ്വാർത്ഥതയുടെ ചിന്താഗതിയാണ്. എന്നാൽ നമ്മൾ യേശുവിനെ കൂടുതൽ അറിയുമ്പോൾ ഇതൊക്കെയും മാറി വരും എന്ന് ഞാൻ പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കാഴ്ചപ്പാട് ദൈവം മാറ്റിത്തരും. സ്വാർത്ഥത നിറഞ്ഞ, എനിക്ക് ചുറ്റും കറങ്ങുന്ന ആ ചിന്താഗതി മാറിയിട്ട് മറ്റുള്ളവരെക്കുറിച്ച് പരിഗണിക്കുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. പലരെ സംബന്ധിച്ചും ഈ ചിന്താഗതിയൊക്കെ അവർക്കുണ്ട്. അതൊരു നല്ല ചിന്താഗതിയാണെന്ന് എല്ലാവർക്കും അറിയാം. നിസ്വാർത്ഥമായ സ്നേഹം, അതിനെക്കുറിച്ച് പ്രസംഗിക്കാനും നമുക്ക് സാധിച്ചെന്ന് വരും. എന്നാൽ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാണോ? പ്രിയ സഹോദരി സഹോദരന്മാരെ,
ഇങ്ങനെയുള്ള ഉന്നതമായ ആശയങ്ങൾ നമുക്ക് കേവലം നമ്മുടെ ഒരു ഐഡിയലിസമായിട്ട്, നമ്മുടെ ഒരു അറിവായിട്ടും ഉന്നതമായ കാഴ്ചപ്പാടായിട്ടും മാത്രം ഇരുന്നാൽ പോരാ. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഈ സത്യങ്ങളെ യാഥാർത്ഥ്യമായി കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുക. ഇന്ന് രാവിലെ ഈ വചനങ്ങളെ കേൾക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, എനിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം. നിസ്വാർത്ഥതയെക്കുറിച്ചും ത്യാഗപൂർണമായ സ്നേഹത്തെക്കുറിച്ചും ഒക്കെ വർഷങ്ങളായി കേട്ടിട്ടുണ്ട്, എനിക്കറിയാം. എന്നാൽ അത് സത്യമായി തീർന്നിട്ടില്ല. നമുക്കുള്ളത് ചെലവാക്കുവാനും നാം തന്നെ ചെലവായി പോകുവാനും, അത് പൗലോസിൻ്റെ ഭാഷയാണ്. ചെലവാക്കുവാനും ചെലവായി പോകുവാനും പൗലോസ് മനസ്സ് വച്ചിരുന്നു. ആ ഒരു കാഴ്ചപ്പാട് ദൈവമേ എനിക്ക് നൽകണമേ. എൻ്റെ സ്വാർത്ഥതയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്നിന്ന് രാവിലെ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഈ സ്വാർത്ഥതയെക്കുറിച്ച് യേശു കർത്താവിൻ്റെ സഹോദരനായിരുന്ന യാക്കോബ് അപ്പോസ്തലനും എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ വചനം കൂടെ നോക്കാം. യാക്കോബിൻ്റെ പുസ്തകം 3-ാം അധ്യായം 14-15 വചനങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള കടുത്ത അസൂയയും കലഹവും ഉണ്ടെങ്കിൽ സത്യത്തിനെതിരായി പ്രശംസിക്കുകയും വ്യാജം പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, പിന്നെയോ ഭൗമികവും അനാത്മികവും പൈശാചികവും അത്രേ. ഇവിടെ പൈശാചികമായ സ്വഭാവത്തെക്കുറിച്ചാണ് യാക്കോബ് പറയുന്നത്. ശ്രദ്ധിക്കുക. നിങ്ങളിൽ ആരാണ് ജ്ഞാനി? 13-ാം വചനം. നിങ്ങളിൽ ആരാണ് വിവേകി? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിക്കട്ടെ. 14-ാം വചനം. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രശംസിച്ച് ഭോഷ്ക് പറയരുത്. ഈ 2 വാക്കുകൾ ശ്രദ്ധിക്കുക. അത് നാം സാധാരണ ഇന്ന് മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളല്ല. ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയുണ്ടെങ്കിൽ, ബിറ്റർ ജലസി എന്ന് ഇംഗ്ലീഷിൽ വായിക്കുന്നു. ബിറ്റർ ജലസി, കയ്പുള്ള അസൂയ. മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുമ്പോൾ അത് സഹിക്കാൻ വയ്യാത്തതാണ് അസൂയ. എനിക്കില്ലാത്തത് മറ്റാരെങ്കിലും കിട്ടുമ്പോൾ എനിക്ക് അവരോട് അസൂയയും കണ്ണുകടിയും ഉണ്ടാകുന്നു. അസൂയയും ഹൃദയത്തിൽ ശാഠ്യവും ഉണ്ടെങ്കിൽ, ശാഠ്യം എന്ന വാക്ക് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ സെൽഫിഷ് അംബിഷൻ എന്നാണ്. സ്വാർത്ഥമോഹങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. ദൈവമക്കളെ, നിങ്ങളുടെ ഹൃദയത്തിൽ കയ്പുള്ള അസൂയയും അതുപോലെ സ്വാർത്ഥ ലക്ഷ്യങ്ങളും സ്വാർത്ഥ മോഹങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ സത്യത്തിന് വിരോധമായി പ്രശംസിക്കരുത്, ഭോഷ്ക് പറയരുത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പ്രത്യേകിച്ചും സ്വാർത്ഥതയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സ്വാർത്ഥത നിറഞ്ഞ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അഭീഷ്ടങ്ങളും സ്വാർത്ഥത നിറഞ്ഞ ആശകളും ഇഷ്ടങ്ങളും ഹൃദയത്തിലുണ്ടെങ്കിൽ, 15-ാം വാക്യം, ഈ പറഞ്ഞ സ്വാർത്ഥപരമായ ആഗ്രഹങ്ങൾ സ്വർഗത്തിൽ നിന്ന് വരുന്നതല്ല, മറിച്ച് ഭൗമികമാണ്, ഈ ഭൂമിയിലെ കാര്യമാണ്, അത് പ്രാകൃതമാണ്, അത് പൈശാചികമാണ്. ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിലെ സ്വാർത്ഥപരമായ മോഹങ്ങളും ആഗ്രഹങ്ങളും ദൈവവചനം അതിനെക്കുറിച്ച് പറയുന്നത് അത് നല്ലൊരു കാര്യമല്ല, അത് വലിയ പ്രശ്നമില്ലാത്തതെന്നല്ല പറയുന്നത്, അത് പൈശാചികമായ സ്വഭാവമാണ്. ഇറ്റ് ഈസ് എർത്ത്ലി ആൻഡ് ഇറ്റ് ഈസ് ഡിമോണിക്. സ്വാർത്ഥതയെ നാം ചെറുതായിട്ട് കാണരുത്, അതൊരു ചെറിയ ബലഹീനതയായിട്ട് കാണണ്ട. അത് പൈശാചികമാണ്. അത് ക്രിസ്തുവിൻ്റെ സ്വഭാവമേ അല്ല ഈ സ്വാർത്ഥത എന്നുള്ളത്. നമുക്ക് ജന്മനാ ചെറുപ്പം മുതലേ കിട്ടിയ ഒരു സ്വഭാവമാണ് സ്വാർത്ഥത. കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ കളിപ്പാട്ടങ്ങളും മറ്റും കിട്ടിയാൽ ആർക്കും അവർ കൊടുക്കത്തില്ല, അത് മുറുക്കെ പിടിക്കും. വേറൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുന്ന് കിട്ടിയാലും അത് കൊടുക്കത്തില്ല, അവരതങ്ങ് പിടിച്ചുകൊണ്ടിരിക്കും. കൈ മുറുക്കി പിടിക്കുന്ന സ്വഭാവം, അതാണ് സ്വാർത്ഥത. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ അങ്ങനെയല്ല കാണുന്നത്. യേശു എന്താ പഠിപ്പിച്ചത്? വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് അനുഗ്രഹം എന്നാണ് യേശു പഠിപ്പിച്ചത്. യേശു ക്രൂശിൽ മരിക്കുമ്പോൾ 2 കൈകളും തുറന്ന്, മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി 2 കൈകളും തുറന്ന് തന്നെത്താൻ പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്ത, കയ്യിലൊന്നുമില്ലാത്തവനായി വെറും കൈയോടെ കുരിശിൽ തറച്ച് മരിക്കുന്ന യേശുവിനെയാണ് കാണുന്നത്. അവിടുന്ന് സകലവും നമുക്കായി വിട്ടു തന്നു. ഹി വാസ് അബ്സല്യൂട്ട്ലി ടോട്ടലി അൺസെൽഫിഷ് ആൻഡ് സാക്രിഫിഷ്യൽ. ഇന്ന് ആ യേശുവിനെ ധ്യാനിച്ചു കൊള്ളുക. ആ യേശുവാണ് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത്.
നമ്മുടെ ജീവിതത്തിൽ ഉന്നതമായ അളവിലേക്ക് നമ്മെ നയിക്കുന്നത് ഈ യേശുവിൻ്റെ ഉപദേശങ്ങളും ജീവിതവുമാണ്. പ്രൈസ് ദ ലോർഡ്. ഇനിയും നിസ്വാർത്ഥമായ സ്നേഹത്തെക്കുറിച്ചും ത്യാഗപൂർണമായ സ്നേഹത്തെക്കുറിച്ചും ചില വചനങ്ങൾ നമുക്ക് ബൈബിളിൽ നോക്കുകയും ചില ദൃഷ്ടാന്തങ്ങൾ നോക്കുകയും ചെയ്യാം. ഇതുവരെ നാം സ്വാർത്ഥതയെക്കുറിച്ചും സ്വാർത്ഥത നിറഞ്ഞ ചില ഉദാഹരണങ്ങളുമാണ് ചിന്തിച്ചത്. ദൈവത്തിൻ്റെ ആഗ്രഹം ഞാനും നിങ്ങളും സ്വാർത്ഥത വെടിഞ്ഞ് ക്രിസ്തുവിൻ്റെ നിസ്വാർത്ഥമായ സ്നേഹത്തിലേക്ക് വളർന്നു വരിക, നമ്മെ തന്നെ ചെലവിടുക, ചെലവാക്കുക, എല്ലാം കൊടുത്തു കഴിയുമ്പോൾ, എല്ലാം ചെലവാക്കി കഴിയുമ്പോഴുള്ള ഒരു സന്തോഷം, കൊടുക്കുമ്പോഴുള്ള സന്തോഷം, അത് നാം അതിന് ഓഹരിക്കാരാകുക എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ഒരു വചനം ആദ്യം വായിക്കാം. 2 കൊരിന്ത്യർ 8-ാം അധ്യായം അതിൻ്റെ 9-ാം വചനം നമുക്ക് വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന അവൻ്റെ കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ വചനം ശ്രദ്ധിക്കുക. നമ്മുടെ കർത്താവായ യേശുവിനെക്കുറിച്ച് പറയുന്നു, താൻ സമ്പന്നനായിരുന്നു, സ്വർഗത്തിലെ സകലവിധ അനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും ഉടമയായിരുന്നു. താൻ സമ്പന്നനായിരുന്നു എങ്കിലും താൻ ഈ ഭൂമിയിലേക്ക് വന്ന് നിങ്ങളെയൊക്കെ സമ്പന്നരാക്കുവാൻ വേണ്ടി അവിടുന്ന് ദരിദ്രനായി തീർന്ന ആ കൃപയെ നിങ്ങൾക്കറിയാമല്ലോ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഒരു നിമിഷം ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കാമോ? സ്വർഗത്തിൽ എല്ലാ മഹിമകളും ഉണ്ടായിരുന്ന, പിതാവിനോട് സമനായിരുന്ന, എല്ലാ അധികാരങ്ങളും ഉണ്ടായിരുന്ന പുത്രനായ ക്രിസ്തു അവിടുത്തെ സമ്പന്നത, അവൻ്റെ സ്വർഗത്തിലെ സമ്പന്നത മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി അവിടുന്ന് ദാരിദ്ര്യം ഏറ്റെടുത്തു. അക്ഷരികമായിട്ടുമുള്ള ദാരിദ്ര്യവും അതിലുണ്ട്. ആത്മീയമായ ദാരിദ്ര്യം യേശുവിനുണ്ടായിരുന്നില്ല. എന്നാൽ ആക്ഷരികമായ ദാരിദ്ര്യം, ഒരു വെറും പാവപ്പെട്ട എളിയ കുടുംബത്തിൽ വന്ന് പിറക്കുക, ജനിച്ചപ്പോൾ കിടത്തുവാനൊരു വീടില്ലാത്ത അവസ്ഥയിൽ പശുവിൻ്റെ പുൽത്തൊഴുത്തിൽ ആ കുഞ്ഞിനെ കിടത്തി എന്ന് നാം വായിക്കുന്നു. യോസെഫും മറിയയും ആ സമൂഹത്തിലെ ഏറ്റവും എളിയവരായിരുന്നു, പണക്കാരായിരുന്നില്ല. ഒരു ചെറിയ ഭവനത്തിൽ യേശു ജീവിച്ച് വളർന്നു വന്നു. ഇത്രയും ദാരിദ്ര്യത്തിലേക്ക് എന്തുകൊണ്ട് ഈ മഹാനായ വ്യക്തി ഇറങ്ങി വന്നു? താണിറങ്ങി വന്നു. നമ്മോടുള്ള സ്നേഹമായിരുന്നു അതിൻ്റെ കാരണം. അവൻ തന്നെത്താൻ ദരിദ്രനാക്കി. ഇനിയും യേശുവിൻ്റെ നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ ഏറ്റവും മകുട ഉദാഹരണം, ഉത്തമ ഉദാഹരണം കാണണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നമ്മുടെ കണ്ണുകളെ തിരിക്കുകയാണ്. ആ ക്രൂശിലേക്ക് ഒരു നിമിഷം നോക്കിയാൽ മതി. നാം കഴിഞ്ഞ ആഴ്ചയിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗങ്ങൾ പഠിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും എത്ര നിന്ദ്യമായ അവസ്ഥയിൽ 2 കുറ്റവാളികളോട് ഒരുമിച്ച് യേശുവിനെയും ഒരു കുറ്റവാളിയായി കുരിശിൽ തറച്ച് കൊല്ലുന്ന ആ രംഗം, രക്തം ചിന്തി ക്രൂശിൽ കിടന്നുകൊണ്ട് പിടഞ്ഞു മരിക്കുന്ന ആ രംഗം, ആ നിസ്വാർത്ഥമായ സ്നേഹം എനിക്കും നിങ്ങൾക്ക് വേണ്ടിയുമായിരുന്നു. ഇന്ന് രാവിലെ ആ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കാമോ? കർത്താവേ, ഈ സ്നേഹത്തിലേക്ക് എന്നെ ആനയിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഈ സ്നേഹത്തിലേക്ക് എന്നെ നടത്തണമേ. എൻ്റെ ചിന്താഗതികളെ ആ വഴിക്ക് തിരിക്കണമേ എന്ന് നിങ്ങൾ ആര് പ്രാർത്ഥിക്കും? യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും തന്നെത്താൻ ഒരു എളിയവനാക്കി മാറ്റിയതിനെക്കുറിച്ചും ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ഫിലിപ്പി ലേഖനം എടുക്കാം. ഫിലിപ്പിയരുടെ 2-ാം അധ്യായം 5 മുതൽ 9 വരെ നമുക്ക് വായിക്കാം. ക്രിസ്തു യേശുവിനുണ്ടായിരുന്ന അതേ മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തു യേശുവിൽ ഉണ്ടായിരുന്ന അതേ മനോഭാവം, ലെറ്റ് ദിസ് ആറ്റിറ്റ്യൂഡ് ബി ഇൻ യു. ക്രിസ്തുവിൻ്റെ ഈ മനോഭാവം, ഈ കാഴ്ചപ്പാട് എന്തിനെക്കുറിച്ചാണ്? സ്വാർത്ഥതയ്ക്കെതിരായിട്ടുള്ള കാഴ്ചപ്പാടാണ്. തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിക്കാതെ മാനവ ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ മനോഭാവം, എല്ലാം തനിക്ക് വേണ്ടി പിടിച്ചു വെക്കണമെന്ന് ചിന്തിക്കാതെ തന്നെത്താൻ ഒരു യാഗമായി അർപ്പിക്കുന്ന ആ മനോഭാവം വായിക്കാം. അവൻ ദൈവസ്വരൂപത്തിലായിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് ചിന്തിക്കാതെ സ്വയം ശൂന്യമാക്കി ദാസരൂപം സ്വീകരിച്ച് മനുഷ്യ സാദൃശ്യത്തിലായി. മനുഷ്യരൂപത്തിൽ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു.
അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും അധികം ഉയർത്തി സകല നാമങ്ങളിലും ശ്രേഷ്ഠമായ നാമം നൽകി. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ മനോഹരമായി പ്രതിപാദിക്കുന്ന ഒരു ചെറിയ ഖണ്ഡികയാണിത്. ആദിമ വിശ്വാസികളൊക്കെയും ഒരു പാട്ടായി കാണാതെ പഠിച്ച് അന്യോന്യം എല്ലാവരോടും പറയുന്ന ഒരു വേദഭാഗമാണിത്. ഇതിന് കെനോസിസ് എന്നാണ് അതിൻ്റെ പേര്. എങ്ങനെ ദൈവത്തോടൊപ്പം ആയിരുന്ന ആ ദൈവപുത്രൻ താഴേക്ക് ഇറങ്ങി വന്ന് തന്നെത്താൻ താഴ്ത്തി തന്നെത്താൻ ശൂന്യനാക്കി ഒരു പൂജ്യമാക്കി മാറ്റി. അതിൻ്റെ ഫൗണ്ടേഷനാണ്, അടിസ്ഥാനമാണ് കെനോസിസ്. വലിയവനായ ദൈവപുത്രൻ താഴേക്ക് ഇറങ്ങി വന്ന് ദരിദ്രന്മാരായ പാവപ്പെട്ട മനുഷ്യരായ നമ്മെപ്പോലെ ആക്കി തീർത്ത് തന്നെത്താൻ സ്വയം താഴ്ത്തി എങ്ങനെ ക്രൂശിന്മേൽ മരിച്ച് നമുക്ക് രക്ഷ നൽകി എന്നുള്ള ആ കാഴ്ചപ്പാടാണിത്. നാം ഇത് കാണാതെ പഠിക്കണം. ഇതൊരു ഗീതം പോലെ കാണാതെ പഠിച്ച് ആദിമസഭയിലുള്ള ദൈവമക്കൾ പാടിയിരുന്നു. അവർക്ക് ബൈബിളൊന്നും നമ്മുടേതുപോലെ കയ്യിലുണ്ടായിരുന്നില്ല. ചില വചനങ്ങളും കാര്യങ്ങളും ഒക്കെ അവർ പാട്ടായിട്ട് കാണാതെ പഠിച്ച് അതാണ് അവരുടെ ദൈവവചനമെന്ന് അവർ മനസ്സിലാക്കിയിരുന്നത്. ആ ഭാവം നിസ്വാർത്ഥതയുടെ ഭാവമായിരുന്നു, ത്യാഗപൂർണമായ സ്നേഹത്തിൻ്റെ ഭാവമായിരുന്നു. ആ ഭാവം തന്നിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദൈവത്തോട് സമനായിരുന്നവൻ ആ സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ ശൂന്യനാക്കി തൻ്റെ ദൈവികമായ അധികാരങ്ങളും അവകാശങ്ങളും വേണ്ടെന്ന് വെച്ച് ദൈവമായിരിക്കെ തന്നെ താൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഒരു മനുഷ്യൻ്റെ സാദൃശ്യത്തിലായി മനുഷ്യൻ്റെ ശരീരം എടുത്ത് തന്നെത്താൻ താഴ്ത്തി. രണ്ട് കാര്യങ്ങൾ യേശു തന്നെത്താൻ ചെയ്തു. ഒന്ന്, തന്നെത്താൻ ഒരു പൂജ്യമാക്കി, ശൂന്യനാക്കി. രണ്ട്, തന്നെത്താൻ അവൻ താഴ്ത്തി. ഈ രണ്ട് കാര്യങ്ങളും നമുക്കൊരു മാതൃകയാണ്. നമ്മുടെ അഹങ്കാരത്തിനും പൊങ്ങച്ചത്തിനും ഈഗോയ്ക്കും നാം അതിനെ ഒന്ന് ഒഴിച്ചു കളയണം, അതിനെ ശൂന്യനാക്കണം. ഞാൻ എന്ന് പറയുന്ന നമ്മുടെ ആ ഉന്നത ഭാവം ഒന്ന് മാറ്റിക്കളഞ്ഞിട്ട് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്, ഞാനല്ല. ഇറ്റ് ഈസ് നോട്ട് മൈ വോയിസ്, ഇറ്റ് ഈസ് നോട്ട് മൈ ഒപ്പീനിയൻ. എൻ്റെ അഭിപ്രായമൊന്നുമല്ല, ക്രിസ്തുവിൻ്റെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. നമുക്കങ്ങനെ പറയാമോ? അവിടുന്ന് തന്നെത്താൻ ശൂന്യനാക്കി, തന്നെത്താൻ താഴ്ത്തി. ദൈവമേ എന്നെ ഒന്ന് താഴ്ത്തണമെന്ന് ചിലത് തെറ്റായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. ദൈവം വന്ന് നമ്മെ ആരെയും താഴ്ത്തുകയില്ല. പിന്നെ എന്തു ചെയ്യണം? നാം നമ്മെ തന്നെ താഴ്ത്തുകയാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കർത്താവ് യേശു അങ്ങനെയാണ് ചെയ്തത്. ഹി ഹംബിൾഡ് ഹിംസെൽഫ്. ഇന്ന് യേശു നമ്മെയും ഈ സ്നേഹത്തിലേക്ക് വിളിക്കുകയാണ്. ഈ ഒരു മനോഭാവത്തിലേക്ക് കർത്താവ് നമ്മെ വിളിക്കുകയാണ്. നമുക്കതിന് മനസ്സുണ്ടോ? യേശുവേ, അങ്ങയുടെ നിസ്വാർത്ഥമായ സ്നേഹത്തിലേക്കും മനോഭാവത്തിലേക്കും എൻ്റെ ജീവിതത്തെ ഒന്ന് മാറ്റിത്തരണമേ, എന്നെ ട്രാൻസ്ഫോം ചെയ്തു തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നാം നമ്മെ തന്നെ ആ രീതിയിൽ എളിമപ്പെടുത്തി കൊടുത്താൽ, വിനയപ്പെടുത്തി കൊടുത്താൽ, പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ പ്രവൃത്തി ഇന്നും നാളെയും ഈ കാലങ്ങളിൽ ദൈവം നമ്മിൽ എന്തു ചെയ്യും? നിവർത്തിക്കും. വിശ്വാസമുണ്ടോ? ദൈവം ഇത് ചെയ്യുമോ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആ വ്യത്യാസം നമ്മിൽ വരുത്തും. നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ പൊങ്ങച്ചവും അഹങ്കാരവും പണസ്നേഹവും ലോകസ്നേഹവും ലോകത്തെ മുറുകെ പിടിക്കുന്ന, വിടാതെ പിടിക്കുന്ന ആ സ്വഭാവമൊക്കെ മാറ്റി കൈ തുറന്നു കൊടുക്കുന്ന ആ ഒരു കാഴ്ചപ്പാടിലേക്ക് കർത്താവ് നമ്മെ നയിക്കും. നമുക്ക് അത് വിശ്വസിച്ച് ഏറ്റെടുക്കാം. നാം തിരുവെഴുത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിലും ഒക്കെ പല ദൃഷ്ടാന്തങ്ങൾ കാണാൻ സാധിക്കും. ഞാൻ ഏതാനും ചില ദൃഷ്ടാന്തങ്ങൾ ബൈബിളിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം. ആദ്യം അബ്രഹാമിൻ്റെ ദൃഷ്ടാന്തമാണ്. അബ്രഹാം വളരെ സമ്പന്നനായിരുന്നു. ദൈവം അദ്ദേഹത്തിന് വളരെ സമ്പത്ത്, ആടുമാടുകളെയും വസ്തുവകളെയും സ്വർണവും വെള്ളിയും എല്ലാം നൽകി ആ തലമുറയിൽ ജീവിച്ചിരുന്ന വലിയൊരു സമ്പന്നനാക്കി അബ്രഹാമിനെ ദൈവം മാറ്റി. അബ്രഹാമിനോടൊപ്പം തൻ്റെ സഹോദരൻ്റെ മകനായ ആരാണ്? ലോത്തും ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ എല്ലാ രണ്ടു കൂട്ടരുടെയും സമ്പത്ത് വളരെ വർദ്ധിച്ചു. അവർക്ക് ഒന്നിച്ചു പാർക്കാൻ കഴിയാതെ വന്നു. അവരുടെ ജോലിക്കാർ തമ്മിൽ, ഇടയന്മാർ തമ്മിൽ ശണ്ടയുണ്ടായി. അപ്പോൾ അബ്രഹാം പറയുന്നൊരു വാക്കാണ്. നമുക്ക് ആ ഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 9-ാം വചനം വായിക്കാം. ദേശമെല്ലാം നിന്റെ മുൻപാകെ ഇല്ലയോ? നമുക്ക് പരസ്പരം വേർപിരിയാം. നീ ഇടത്തോട്ട് പോകുന്നുവെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ട് പോകുന്നുവെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അബ്രഹാം ലോത്തിനോട് പറയുന്നതാണ്. ലോത്ത് ജൂനിയറാണ്, തൻ്റെ സഹോദരൻ്റെ മകനാണ്. അബ്രഹാമാണ് ചേട്ടൻ, മൂത്തയാൾ.
അബ്രഹാം ലോത്തിൻ്റെ അങ്കിളാണ്. അപ്പോൾ മൂത്തവൻ ഇളയവനോട് പറയുകയാണ്, ലോത്തെ സഹോദര, എനിക്ക് പിടിവാശിയൊന്നുമില്ല, നിനക്ക് നോക്കി ഏറ്റവും നല്ല ദേശം നീ തിരഞ്ഞെടുത്തു കൊള്ളുക, മിച്ചം വരുന്നത് ഞാൻ എടുത്തുകൊള്ളാം. അതാണ് അബ്രഹാം പറഞ്ഞതിൻ്റെ അർത്ഥം. നീ ഇടത്തോട്ട് പോവുകയാണെങ്കിൽ ഞാൻ വലത്തോട്ട് പൊക്കോളാം, നീ വലത്തേത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ ഇടത്തേത് എടുത്തോളാം. നല്ലത് നീ എടുത്തോ, മിച്ചം വരുന്നത് ഞാൻ എടുത്തോളാം. ഇതാണ് അബ്രഹാമിൻ്റെ കാഴ്ചപ്പാട്. തനിക്ക് വേണ്ടി തന്നെ വാശി പിടിച്ചെടുക്കാത്ത, ഗ്രാബ് ചെയ്യാത്ത ഒരു സ്വഭാവം. ദൈവം എനിക്ക് തരുന്നത് മതി എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അബ്രഹാമിൻ്റെ കാഴ്ചപ്പാട് അതായിരുന്നു. നമുക്കറിയാം, ലോകപ്രകാരം ഉന്നതമായത്, ഫലപുഷ്ടമായത്, വെള്ളമുള്ള സ്ഥലം ലോത്ത് തിരഞ്ഞെടുത്തു. അവൻ യാത്ര ചെയ്ത് ലോകസ്നേഹവും അവൻ്റെ ധനസ്നേഹവും ഒക്കെ നിമിത്തം യാത്ര ചെയ്ത് ലോകത്തിലെ ഏറ്റവും ദുഷ്ടന്മാരായ ആളുകൾ പാർക്കുന്ന ഇടത്ത് പോയി അവൻ പാർത്തു. അവരുടെ പ്രമാണിയായി മാറി അവിടെ ഒരു വലിയ ഒരു ഫിഗറായി അവൻ തീർന്നു. പക്ഷേ ഒടുവിൽ നമുക്കറിയാം, ലോത്തിൻ്റെ കഥ അറിയാം. അദ്ദേഹത്തിൻ്റെ കുടുംബം ഉൾപ്പെടെ, തൻ്റെ മാന്യത ഉൾപ്പെടെ, സ്വത്ത് ഉൾപ്പെടെ എല്ലാം ഒരിക്കൽ അവന് നഷ്ടപ്പെട്ടു. എന്നാൽ അബ്രഹാം അങ്ങനെയല്ല. അവൻ സ്വാർത്ഥ താല്പര്യമുള്ളവനായിരുന്നില്ല. ലോത്തിനോട് പറഞ്ഞു, നിനക്കിഷ്ടമുള്ളത് എടുത്തുകൊള്ളുക, മിച്ചം വരുന്നത് ഞാൻ എടുത്തുകൊള്ളാം. എന്നാൽ ആ മിച്ചം വന്നതിനെ ദൈവം അനുഗ്രഹിച്ച് അബ്രഹാമിന് ദൈവം നൽകി. നാം പിടിച്ചെടുക്കാനും യുദ്ധം ചെയ്യാനും ഒക്കെ പോകുമ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് നഷ്ടപ്പെടും. ദൈവത്തിൽ ആശ്രയിച്ച് ഒരു സ്റ്റെപ്പ് എടുത്ത് മുമ്പോട്ട് പോയാൽ നമുക്കുള്ളത് ഏറ്റവും നല്ലത് ദൈവം കരുതിക്കൊള്ളും. അബ്രഹാമിൻ്റെ കാഴ്ചപ്പാട് അതായിരുന്നു. മകനെ, ദൈവം കരുതിക്കൊള്ളും, യഹോവ ഇരേ, അവൻ്റെ പർവ്വതത്തിൽ ദൈവം കരുതിക്കൊള്ളും എന്ന് അബ്രഹാം പറഞ്ഞു. നാമും ഈ കാലങ്ങളിൽ അത് വിശ്വസിക്കണം. ദൈവത്തിനായൊരു നിലപാടെടുത്ത് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ഭാവിയെ സംബന്ധിച്ച് നാം വിഷമിക്കുകയും കരയുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആകുല ചിന്ത ഉണ്ടാകേണ്ട കാര്യമില്ല. ദൈവം തക്ക സമയത്ത് കരുതിക്കൊള്ളും. അടുത്ത ദൃഷ്ടാന്തം യോസേഫിനെ കുറിച്ചാണ്. സഹോദരന്മാർ അവനെ ദ്വേഷിച്ചു. അവനെ ഒരു കിണറ്റിൽ പിടിച്ചിട്ടു കൊല്ലാൻ ശ്രമിച്ചു. അവിടുന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് അടിമയായി യോസേഫ് മിസ്രൈമിലേക്ക് വിൽക്കപ്പെട്ടു. മിസ്രൈമിലെ രണ്ടാമത്തെ അധികാരിയാക്കി യോസേഫിനെ ദൈവം ഉയർത്തി. എന്ന് മാത്രമല്ല, തന്നെ ദ്വേഷിച്ച, കൊല്ലാൻ ശ്രമിച്ച സഹോദരന്മാരൊക്കെയും യോസേഫിൻ്റെ കാൽക്കൽ വന്ന് വീണ് നമസ്കരിച്ചു. യോസേഫിൻ്റെ പിതാവിനെ കനാൻ ദേശത്തു നിന്നും മിസ്രൈമിലേക്ക് കൊണ്ടുവന്നു. കുറച്ചു കഴിഞ്ഞ് അപ്പൻ മരിച്ചു. അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ സഹോദരന്മാർക്കൊരു വല്ലാത്ത ഭയം. ഇനി ഈ സഹോദരൻ ഞങ്ങളെ ഉപദ്രവിക്കും. അപ്പൻ ഉണ്ടായിരുന്നതുകൊണ്ടൊന്നും പറയാഞ്ഞതാ. അപ്പൻ മരിച്ചു, ഇനി ഞങ്ങളെ ഈ സഹോദരൻ ഉപദ്രവിക്കും, ഞങ്ങളെ ചിലപ്പോൾ കൊന്നുകളഞ്ഞെന്ന് വരും. അതുകൊണ്ട് യോസേഫിൻ്റെ അടുത്ത് ഇവർ വീണ്ടും പോയി വീണ് അവനോട് അപേക്ഷിച്ചു, അയ്യോ, അടിയങ്ങളുടെ കുറ്റം ക്ഷമിക്കണമേ, ഞങ്ങൾ അവിടുത്തെ ദാസന്മാരാണ്, ഞങ്ങളൊന്നും ചെയ്യരുതേ എന്ന് നിലവിളിച്ചു. അപ്പോൾ യോസേഫ് എന്താ പറയുന്നത്? ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 21-ാം വാക്യം നോക്കാം. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും പോറ്റി രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. ഈ സഹോദരന്മാരുടെ ഭയം അകറ്റുവാനായി യോസേഫ് അവരോട് പറഞ്ഞു, ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കും എന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ പോറ്റി രക്ഷിക്കും, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. ഇത് ക്രിസ്തുവിൻ്റെ ഒരു നിഴലാണ് ഈ യോസേഫ്. യേശു ഇന്നും ജീവിക്കുന്നു, അവിടുന്ന് നമുക്ക് വേണ്ടി കരുതുന്നു. യോസേഫിൻ്റെ ഈ നിസ്വാർത്ഥമായ സ്നേഹം നമുക്ക് നമ്മുടെ മനസ്സിൽ കരുതിക്കൊള്ളാം. ക്രിസ്ത്യാനികളെ അനേക സംസ്ഥാനങ്ങളിലും ഇന്ന് ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും അടിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് തന്നെ. പക്ഷേ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി അവരോട് നമുക്ക് പ്രതികാരബുദ്ധിയൊന്നുമില്ല. അവരെ തിരിച്ചടിക്കുവാൻ ക്രിസ്ത്യാനികൾ പോകാറില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവരുടെ നന്മയ്ക്ക് വേണ്ടി കരുതുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സാണ് ക്രിസ്ത്യാനികൾക്ക് ഉള്ളത്. നമ്മുടെ മനസ്സ് അങ്ങനെയാണോ? അതോ തിരിച്ചടിക്കാനും പ്രതികാരം ചെയ്യാനും ഒക്കെയുള്ള മനസ്സ് നമ്മുടെ ഹൃദയങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ? ആരോടെങ്കിലും ക്ഷമിച്ചു കൊടുക്കാതെ ഇരിക്കുന്നുണ്ടോ? യോസേഫ് ക്രിസ്തുവിൻ്റെ ഒരു ടൈപ്പാണ്, ഒരു പ്രതിപുരുഷനാണ്. യോസേഫ് സഹോദരന്മാരോട് അവരുടെ എല്ലാ ദോഷങ്ങളെയും ക്ഷമിച്ചു കൊടുത്തു. അത് പഴയ ഉടമ്പടിയുടെ കാലത്താണ്, വളരെ പണ്ടാണ്. എന്നാൽ ക്രിസ്തു
ഇന്ന് നമ്മോട് സകല കുറ്റങ്ങളെയും ക്ഷമിച്ചു. ആ ക്ഷമയുടെ സ്വഭാവം നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. ആരോടെങ്കിലും ക്ഷമിക്കുവാൻ നമുക്ക് ഇനി ബാലൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് അവരോട് ക്ഷമിച്ചു കൊടുക്കുകയും അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുകയും അവരുടെ അറിവില്ലായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ നന്മയ്ക്കായി അനുഗ്രഹത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമേ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമാവുകയുള്ളൂ. നിങ്ങൾ യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ സാധിക്കത്തുള്ളൂ. ദൈവദാസനായ മോശയെക്കുറിച്ചും ഞാൻ 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ബൈബിൾ റീഡിങ്ങിൽ വായിച്ചു വന്നപ്പോൾ ഈ ഭാഗം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യമാണ്. അവിടെ മോശയെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. ആ വാക്യം വായിക്കാം. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയണമേ. ഇവിടെ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ച് പിറുപിറുപ്പുകാരായി തീരുന്നു. കൂടെ കൂടെ ദൈവത്തെയും ദൈവദാസനായ മോശയെയും ചോദ്യം ചെയ്യുന്നു. അവർ വല്ലാത്ത റിബല്യസായി മത്സരബുദ്ധികളായി തീരുന്നു. എന്ന് മാത്രമല്ല, ഒരു സമയത്ത് ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രാപിക്കുവാനായി മോശയെ പർവ്വതത്തിൽ കയറിപ്പോയപ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല. 40 ദിവസമായിട്ടും വളരെ ദിവസങ്ങളായി കാണുന്നില്ല. എന്തു പറഞ്ഞു? ജനം പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞ് അഹരോൻ്റെ അടുത്ത് വന്നു. അഹരോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കി. അവർ ഉത്സവം പ്രഖ്യാപിച്ചു. ആടാനും പാടാനും മദ്യപിക്കാനും കളിക്കാനും രസിക്കാനും ഒക്കെ തുടങ്ങി. മോശ ഇറങ്ങി വന്നപ്പോൾ ഇതാണ് കണ്ടത്. മോശയ്ക്ക് വലിയ അത്യന്തം ദുഃഖമുണ്ടായി. 31-ാം വാക്യം നോക്കുക. അങ്ങനെ മോശ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് പറഞ്ഞത് എന്തെന്നാൽ, അയ്യോ, ഈ ജനം മഹാപാതകം ചെയ്തു. പൊന്നുകൊണ്ട് തങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ. അല്ലെങ്കിൽ അങ്ങനെ നീ ക്ഷമിക്കുന്നില്ലെങ്കിൽ ദൈവമേ ഒരു കാര്യം ചെയ്യണം. നീ എഴുതിയ നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയണമേ. ദൈവമേ, എനിക്ക് സ്വർഗത്തിൽ പോകണമെന്നില്ല. ഇവരെ അങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോയാൽ മതി. എൻ്റെ പേര് വെട്ടിക്കളഞ്ഞാലും കുഴപ്പമില്ല. അത് ത്യാഗമനോഭാവത്തിൻ്റെ അങ്ങേയറ്റം എന്നതിനെ വിളിക്കാം. ഈ ജനത്തോട് ക്ഷമിക്കണമേ. അവർക്ക് വേണ്ടി ഇൻ്റർസീഡ് ചെയ്ത് മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിക്കുന്ന മോശയാണ് ഇവിടെ കാണുന്നത്. ദൈവമേ, ഇവരുടെ പാപം ക്ഷമിക്കണമേ. അല്ലെങ്കിൽ അവർക്ക് പകരമായി ഞാൻ നിന്നുകൊള്ളാം, എന്നെ നീ വെട്ടിക്കളഞ്ഞോളൂ. ഇവരെ നിൻ്റെ രാജ്യത്തിൽ പ്രവേശിപ്പിക്കണം. ഇവരോട് കരുണയുണ്ടാകണം. ഇന്ന് രാവിലെ മോശയിൽ നിന്നും നമുക്കിത് പഠിക്കാൻ പറ്റുമോ? ദൈവമേ, ഈ മോശയുടെ മനോഭാവം, ആ നല്ല മനോഭാവം എനിക്ക് നൽകണമേ. അത് ക്രിസ്തുവിൻ്റെ ഒരു പ്രതിപുരുഷനായിരുന്നു മോശയും. മോസസ് വാസ് എ ടൈപ്പ് ഓഫ് ക്രൈസ്റ്റ് ഹിയർ. ഈ കാര്യത്തിൽ മോശയെല്ലാം തികഞ്ഞ വ്യക്തി ആയിരുന്നില്ല എങ്കിലും ആ തലമുറയിൽ ദൈവത്തിൻ്റെ സന്ദേശവാഹകനാകുവാൻ മോശയേക്കാൾ യോഗ്യനായ ആരെയും ദൈവം കണ്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ദൈവം മോശയെ തിരഞ്ഞെടുത്തത്. ഈ തലമുറയിൽ ദൈവം നമ്മയൊക്കെ തൻ്റെ പ്രവൃത്തിക്കായി തിരഞ്ഞെടുത്ത് നമ്മെ എക്വിപ്പ് ചെയ്ത് ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാം അതിന് ലഭ്യമാണോ? അവൈലബിൾ ആണോ? നാം അവൈലബിൾ ആണെങ്കിൽ, നാം തയ്യാറാണെങ്കിൽ ദൈവം നമുക്ക് ആവശ്യമായ എല്ലാ കഴിവുകളും നമുക്ക് നൽകി, എബിലിറ്റീസൊക്കെ നൽകി നമ്മെ ആ വേലയ്ക്ക് വേണ്ടി നടത്തും. 2-3 അധ്യായങ്ങൾ പുറകിൽ സമാഗമന കൂടാരത്തിൻ്റെ എല്ലാ പണികൾക്കും വേണ്ടി, വളരെ കലാപരമായ പണികൾക്ക് വേണ്ടി ദൈവം 2 പേരെ ചൂസ് ചെയ്തു. എന്താണ് അവരുടെ പേര്? ബെസലേലും ഒഹോലിയാബും. ഈ 2 പേരെ ദൈവം ചൂസ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവർക്ക് പ്രത്യേകമായ ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ ഇവരുടെ മേലാക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ട ജ്ഞാനം പലപ്പോഴും നമുക്കില്ല. നാം ദൈവത്തോട് അപേക്ഷിച്ചാൽ അതൊക്കെ ദൈവം തരും. ഈ മോശയെ ദൈവം ഉപയോഗിച്ചു. ഈ സ്നേഹത്താൽ ദൈവമേ എൻ്റെ ഉള്ളത്തെ നിറയ്ക്കണമേ. നമുക്ക് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാം. ഒരു ദൃഷ്ടാന്തം കൂടെ, 1-2 ദൃഷ്ടാന്തം കൂടെ നമുക്ക് ചിന്തിച്ച് ഞാൻ അവസാനിപ്പിക്കാം. മോശയുടെ ദൃഷ്ടാന്തം കഴിഞ്ഞ ശേഷം തിമോത്തിയോസ് എന്ന ചെറുപ്പക്കാരനെക്കുറിച്ച് പുതിയ നിയമത്തിലേക്ക് വരാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നത്.
എന്നാൽ അവൻ ഒരു മകൻ അപ്പനോട് കൂടെ എന്ന പോലെ എന്നോടൊപ്പം സുവിശേഷ വേല ചെയ്ത് അവൻ്റെ വിശിഷ്ട സ്വഭാവം തെളിയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ. തിമോഥെയോസിനെ കുറിച്ച് പൗലോസ് പറയുകയാണ്, എൻ്റെ കൂടെ പല പ്രവർത്തകരും ഉണ്ടെങ്കിലും ഇത്രയും നിസ്വാർത്ഥമായ ത്യാഗപൂർണമായി സേവിക്കുന്ന ഒരാൾ എൻ്റെ കൂടെ മറ്റാരും ഇല്ല. അവൻ ഏറ്റവും നല്ല ഒരു ദൃഷ്ടാന്തമാണ്. നിങ്ങളെക്കുറിച്ച് കരുതുവാൻ അവൻ ഏറ്റവും പറ്റിയ വ്യക്തിയാണ്. യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല മിക്ക പേരും നോക്കുന്നത്, സ്വന്തം കാര്യങ്ങളാണ് എല്ലാവരും നോക്കുന്നത്. എന്നാൽ ഈ തിമോഥെയോസ് അങ്ങനെയല്ല. ഒരു മകൻ അപ്പന് സേവ ചെയ്യുന്നത് പോലെ എൻ്റെ കൂടെ സുവിശേഷ വേലയിൽ അവൻ കഠിനാധ്വാനം ചെയ്തു, സേവ ചെയ്തു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, ഈ തിമോഥെയോസിൻ്റെ ദൃഷ്ടാന്തം ഏറ്റവും മനോഹരമാണ്. നിസ്വാർത്ഥമായ സേവ ചെയ്യാൻ അവൻ മനസ്സ് വെച്ചു. ദൈവത്തിൻ്റെ വേല സ്വന്തം വേലയായി അവൻ ഏറ്റെടുത്തു. കർത്താവിൻ്റെ വേല, സുവിശേഷ ഘോഷണം, അത് സ്വന്തം കാര്യമായി ഏറ്റെടുത്ത് അതിന് വില കൊടുത്തു. ദൈവത്തിൻ്റെ കാര്യങ്ങളെ ഞാനും നിങ്ങളും സ്വന്തം കാര്യമായിട്ട് കരുതുന്നുണ്ടോ? ഇവിടെ തിമോഥെയോസ് ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി, ദൈവത്തിൻ്റെ സേവയ്ക്ക് വേണ്ടി തന്നെ താൻ സമർപ്പിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. നാം അനേകം ദൃഷ്ടാന്തങ്ങൾ കേട്ടു. ഇനി അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് കൂടെ 2 വചനങ്ങൾ വായിച്ച് ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 24-ാം വചനം നോക്കാം. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി കരുതുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു നൽകിയ ശുശ്രൂഷയും പൂർത്തിയാക്കണമെന്നേ എനിക്കുള്ളൂ. പൗലോസിൻ്റെ കാഴ്ചപ്പാട്, യേശു എന്നെ ഏൽപ്പിച്ച ഈ മിനിസ്ട്രി, ഈ ശുശ്രൂഷ പൂർണ്ണമാക്കണം എന്നേ എനിക്കുള്ളൂ. ഇനി ഫിലിപ്പിയർ 3-ാം അധ്യായം 7-8 വചനങ്ങളും പിന്നെ അതിൻ്റെ 11-ാം വചനവും വായിക്കാം. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തുവിനു വേണ്ടി ഞാൻ നഷ്ടമായി കണക്കാക്കുന്നു. അതുമാത്രമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഇവയെല്ലാം നഷ്ടമായി ഞാൻ കണക്കാക്കുന്നു. ക്രിസ്തുവിനെ നേടേണ്ടതിനായി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ചവറായി കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കേണ്ടതിനാകുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ സാക്ഷ്യം പ്രസ്താവിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മഹത്വവും തേജസ്സും കണ്ടതുകൊണ്ട് ഈ ലോകത്തിലെ നേട്ടങ്ങളെ, എനിക്ക് ലാഭമായിരിക്കുന്ന ഭൗതികമായ നേട്ടങ്ങളും കാര്യങ്ങളും അത് നഷ്ടമെന്ന് ഞാൻ കരുതുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോൾ താൻ പറയുന്നു, അതെല്ലാം ചവറായിട്ട് ഞാൻ കാണും. നഷ്ടമെന്നും ചവറെന്നും ഛേദമെന്നും ഒക്കെ താൻ പല വാക്കുകൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ലോകത്തിലെ നേട്ടങ്ങളെ ചവറായിട്ടും നഷ്ടമായിട്ടും ഛേദമായും കാണുന്നവനാണ് യഥാർത്ഥ ഒരു ദൈവദാസൻ. ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് ഇങ്ങനെ ആയിരിക്കേണ്ടതുണ്ട്. തൻ്റെ നേട്ടങ്ങളെ നഷ്ടപ്പെടുത്തുവാൻ, ക്രിസ്തുവിനെ നേടേണ്ടതിന് വേണ്ടി ഇതെല്ലാം എറിഞ്ഞു കളയുവാൻ പൗലോസ് ഒരുക്കമായിരുന്നു. നാം ചിന്തിക്കുന്ന വചനത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം, നമ്മുടെ ആ ചിന്താഗതിയിലേക്ക് മടങ്ങി വരാം. ടുവേർഡ്സ് an unselfish and sacrificial love, നിസ്വാർത്ഥമായ ത്യാഗപൂർണമായ സ്നേഹത്തിലേക്ക് ദൈവമേ എന്നെ മടക്കി വരുത്തണമേ, എന്നെ അങ്ങോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാമോ? ഒരു മാതാവിൻ്റെ തൻ്റെ ഏറ്റവും പിഞ്ചു കുഞ്ഞിനോടുള്ള ആ സ്നേഹം, ആ സ്നേഹത്തിന് വേണ്ടി ആ മാതാവ് എത്ര ദിവസം വേണമെങ്കിലും ഉറക്കളയ്ക്കാനും ആശുപത്രിയിൽ പോയിരിക്കാനും ഭക്ഷണം കഴിക്കാതിരിക്കുവാനും ഒക്കെ ഒരു മാതാവ് മനസ്സ് വെക്കും. ആ കുഞ്ഞിനോടുള്ള നിസ്വാർത്ഥമായ സ്നേഹമാണ് കാരണം. ഞാൻ ഇല്ലാതെ ആയാലും ഈ കുഞ്ഞ് രക്ഷപ്പെടണം, അതിനുവേണ്ടി കണക്ക് പറയാതെ, കണക്ക് നോക്കാതെ ഒരു മാതാവ് തൻ്റെ കുഞ്ഞിന് വേണ്ടി സമയവും ആരോഗ്യവും എല്ലാം നഷ്ടപ്പെടുത്തി ആ കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വേലയിൽ അങ്ങനെയുള്ള ഒരു നിസ്വാർത്ഥമായ സ്നേഹം നമുക്ക് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്ത് അനേകം മിഷണറിമാർ വന്ന് കർത്താവിൻ്റെ വേല ചെയ്തിട്ടുണ്ട്. ഇന്നും അനേകം പേര് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെയും വടക്കേ ഇന്ത്യയിലേക്കും മറ്റും പോയി മിഷൻ വേലകളിലായിരിക്കുന്നു. ഇവരെയൊക്കെ അവരുടെ നേട്ടങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് ഈ മിഷൻ ഫീൽഡിൽ പോയി കഷ്ടപ്പെടുവാൻ അവർക്ക് കാരണമാക്കിയത് എന്താണ്? അവരെ അങ്ങോട്ട് ആനയിച്ച ആ ശക്തി എന്താണ്? നിസ്വാർത്ഥമായ ത്യാഗപൂർണമായ സ്നേഹമാണ് അവരെ അങ്ങോട്ട് നയിച്ചത്. ഞങ്ങൾ 2-3 ആഴ്ച മുമ്പ് ഒറീസയിൽ പോയി കഴിഞ്ഞ മാസം.
അവിടുത്തെ മിഷനുമായിട്ട് പങ്കെടുക്കുവാനൊക്കെ ആയിട്ട് അവിടെ പോയി. കഴിഞ്ഞ ദിവസം അവിടെയുള്ള ഒരു സഹോദരൻ ഇവിടെ വന്ന് ട്രിവാൻഡ്രത്ത് വന്ന് ഞങ്ങളൊരു ദിവസം പ്രാർത്ഥനയ്ക്കായിട്ട് കൂടിയപ്പോൾ ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിച്ചു. അവിടുത്തെ കാര്യങ്ങളും അവിടെ അഗതികളായ അനാഥരായ കുഞ്ഞുങ്ങളെയൊക്കെ അവരുടെ അടുത്ത് വളർത്തുന്ന കാര്യമൊക്കെ സംസാരിച്ചു. അപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞു, പ്രായോഗികമായ പല കാര്യങ്ങളും പറഞ്ഞു. ഇവരെ ആവശ്യമായുള്ള പേപ്പേഴ്സൊക്കെ ഇല്ലെങ്കിൽ ഒരു സമയത്ത് നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്, നിയമപരമായ പ്രശ്നം വരും, പോലീസ് പിടിച്ചുകൊണ്ട് പോകും, അങ്ങനെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവരുടെയൊക്കെ പേപ്പേഴ്സൊക്കെ നിങ്ങൾ ശരിയാക്കി വെക്കണമെന്ന് ഞങ്ങളിങ്ങനെ ഒരു ഉപദേശം പോലെ പറഞ്ഞു കൊടുത്തു, ഞങ്ങൾ വയസ്സായ ആളുകളൊക്കെ. അപ്പോൾ അവിടുന്ന് വന്ന അവിടെ ലീഡ് ചെയ്യുന്നൊരു സഹോദരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അവിടെ സുവിശേഷം അറിയിക്കും. എവിടെ? പോലീസ് സ്റ്റേഷനിൽ. പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, അറസ്റ്റ് വന്നു, അവരെ സംബന്ധിച്ച് പ്രശ്നമല്ല. അവിടെ പോയാൽ അവിടെയും ഞങ്ങൾ കർത്താവിനെക്കുറിച്ച് പ്രസംഗിക്കും. ഈ ഒരു കാഴ്ചപ്പാട് വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. അവിടെ പോയാൽ അവിടെ ഞങ്ങൾ സുവിശേഷം അറിയിക്കും, ജയിലിൽ പോയാൽ. ആ ഒരു കാഴ്ചപ്പാട് വളരെ മഹനീയമായൊരു കാഴ്ചപ്പാടാണ്. സാഹചര്യങ്ങളെ നോക്കി ഭയപ്പെടുകയും എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി, ഈ പ്രശ്നം വന്നാൽ ഇങ്ങനെ ചെയ്യണോ, അതിനിങ്ങനെ ചെയ്യണോ, ഇതിങ്ങനെ ചെയ്യണം, ഒത്തിരി കാര്യങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് എല്ലാം അനുകൂലമാകുമ്പോൾ ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ പോകാം, ഞങ്ങൾ പ്രവർത്തിക്കാം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പലരുടെയും കാഴ്ചപ്പാട്. എന്നാൽ ഒരിക്കലും കാര്യങ്ങളെല്ലാം അനുകൂലമാവുകയില്ല. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. മിഷണറിമാർ നമ്മുടെ രാജ്യത്ത് വന്നതും ഇന്ന് മിഷൻസിലേക്ക് പോകുന്നതുമൊക്കെ തങ്ങളെ തന്നെ യാഗമാക്കിക്കൊണ്ടാണ്. നിസ്വാർത്ഥമായ സ്നേഹത്തോടെ തങ്ങളുടെ നേട്ടങ്ങളെയും ഒക്കെ വൃഥാവാക്കിക്കൊണ്ടാണ് അവർ പോയി ഇത്ര കഷ്ടപ്പെട്ട് തങ്ങൾക്കുള്ളതെല്ലാം ചെലവഴിച്ച് ആരോഗ്യം പലപ്പോഴും നഷ്ടമാക്കി മക്കളുടെ വിദ്യാഭ്യാസമൊക്കെ വേണ്ടെന്ന് വെച്ച് അല്ലെങ്കിൽ അതിനെയൊക്കെ കളഞ്ഞു കുളിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് ഈ ഒരു സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിസ്വാർത്ഥമായ ത്യാഗപൂർണമായ സ്നേഹം. എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. നമ്മുടെ ജീവിതത്തിലുള്ള സ്വാർത്ഥതയെ നാം ആദ്യം സമ്മതിക്കണം, അഡ്മിറ്റ് ചെയ്യണം. കർത്താവേ, ഐ എം സോറി, ഞാൻ ഇപ്പോഴും വളരെ സ്വാർത്ഥതയുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ നിസ്വാർത്ഥമായ സ്നേഹത്തെ പിൻപറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ലക്ഷ്യം അതാണ്. കർത്താവേ, എൻ്റെ കണ്ണുകളെ തുറന്ന് എന്നെ അങ്ങോട്ട് നടത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആര് അന്വേഷിക്കും? Who will seek the Lord for such an unselfish love that is sacrificial? ദൈവം നമ്മെ യേശുവിൻ്റെ സ്നേഹത്തിലേക്കും നിസ്വാർത്ഥമായ സ്നേഹത്തിലേക്കും നമ്മെ ആനയിക്കുകയും അങ്ങോട്ട് നമ്മെ നടത്തുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.